നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സൗത്ത് കൊറിയയെ ബ്രസീൽ ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് തകർക്കുമ്പോൾ മിന്നും പ്രകടനമാണ് അവരുടെ ഡിഫൻസും മധ്യനിരയും മുന്നേറ്റനിരയും ഒക്കെ നടത്തിയത്. നമ്മൾ വിശദമായിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. എങ്കിലും എടുത്തു പറയേണ്ട ചില താരങ്ങളുണ്ട്, അവരെക്കുറിച്ചാണ് ഈ വീഡിയോ. എടുത്തു പറയേണ്ട ഒരാൾ തീർച്ചയായിട്ടും റോഡ്രിഗോയാണ്. റോഡ്രിഗോക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് ആയിരുന്നു. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. റയലിലാണെങ്കിൽ അത്രയധികം അവസരങ്ങൾ ലഭിക്കുന്നില്ല. ആഞ്ചലോട്ടി എങ്ങനെ അദ്ദേഹത്തെ വരും മത്സരങ്ങൾക്ക് പരിഗണിക്കുമെന്നുള്ള ശങ്കയും ആശങ്കയും ഒക്കെ മനസ്സിലുള്ളപ്പോഴാണ് റോഡ്രിഗോ വരുന്നതും ഈ ഒരു പ്രകടനം നടത്തുന്നതും. മിന്നും പ്രകടനം തന്നെ അദ്ദേഹം നടത്തി. ആഞ്ചലോട്ടി വിശ്വാസം അർപ്പിച്ചതിന് 10 മടങ്ങ് തിരികെ കൊടുക്കുന്നു. 2 ഗോളുകൾ അദ്ദേഹത്തിൻ്റെ വക. 2 ഗോളുകൾ, 4 ഷോട്ടുകൾ തീർത്തു, 3 ഓൺ ടാർഗറ്റ് ആയിരുന്നു. 57 പാസുകളിൽ 50 ലക്ഷ്യത്തിൽ എന്ന് പറഞ്ഞാൽ 88% പാസിംഗ് ആക്യുറസിയാണ്. 5 ലോങ് ബോളുകൾ, അതിൽ 4 സക്സസ്ഫുൾ ആയിരുന്നു. 2 സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ, 11 ഡ്യുവൽസിൽ 6 വിൻ ചെയ്തു. sofascore.com കൊടുത്തത് 9 റേറ്റിംഗ് ആയിരുന്നു. വെറുതെയല്ല, കളിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മധ്യനിരയിൽ ബ്രൂണോ ഗുയിമേറസിനെ എടുത്തു പറയണം. കാസമിറോയും ബ്രൂണോ ഗുയിമേറസും നന്നായി കളിച്ചിട്ടുണ്ട്. ബ്രൂണോ ഗുയിമേറസ് എസ്റ്റവായോക്ക് കൊടുത്തൊരു അസിസ്റ്റ് ഉണ്ട്, അതൊരു സൂപ്പർ വേൾഡ് ക്ലാസ് അസിസ്റ്റ് ആയിരുന്നു. മിന്നും പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒരു അസിസ്റ്റ്, ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 2 കീ പാസുകൾ കൊടുത്തു. 66 പാസുകളിൽ 64 ലക്ഷ്യത്തിലെത്തി എന്ന് പറഞ്ഞാൽ 97% പാസിംഗ് ആക്യുറസി. 3 ലോങ് ബോളുകൾ കൊടുത്തു, 3 കൃത്യമായി ലക്ഷ്യത്തിൽ, 100% അതിൻ്റെ ആക്യുറസി. 9 ഗ്രൗണ്ട് ഡ്യുവൽസിൽ 5 വിൻ ചെയ്തു, 3 ഇന്റർസെപ്ഷൻസ് നടത്തി. സോ മികച്ച പ്രകടനമാണ് ബ്രൂണോ ഗുയിമേറസ് നടത്തി. അപ്പോൾ കാസമിറോയോ, എന്ത് ചോദ്യമാണത്? കാസമിറോയും മിന്നും പ്രകടനമാണ്. കാസമിറോയും റോഡ്രിഗോയും വിനിയും ഒക്കെ ചേർന്നുള്ള ഒരു കണക്ഷൻ മികച്ച രൂപത്തിൽ വർക്ക് ചെയ്യുന്നതും കണ്ടു. ഒരു അസിസ്റ്റ് അദ്ദേഹത്തിന്റെ വക. 2 കീ പാസുകൾ കൊടുത്തു. 109 പാസുകളിൽ 98 ലക്ഷ്യത്തിൽ എന്ന് പറഞ്ഞാൽ 90% പാസിംഗ് ആക്യുറസി. 5 ലോങ് ബോളുകളിൽ 4 ലക്ഷ്യത്തിൽ, 7 ഡ്യുവൽസിൽ 4 വിൻ ചെയ്തു. ഒരു ടാക്കിൾ അത് വിൻ ചെയ്തു, ഒരു ഇന്റർസെപ്ഷൻസ്, 2 ക്ലിയറൻസ്. സോ കാസമിറോ തൻ്റെ മികവ് കൃത്യമായിട്ട് കാണിച്ച ഒരു കളിയാണിത്. പിന്നെ എസ്റ്റവായോയുടെ കാര്യമോ, എസ്റ്റവായോ ബ്രസീലിന്റെ ഗോൾഡൻ ബോയ് ആണ്. ജനറേഷണൽ ടാലന്റാണ്. 70 മിനിറ്റാണ് അവൻ കളിച്ചത്. 2 ഗോളുകൾ അവൻ്റെ വക, 2 ഷോട്ടുകൾ, 2 ഓൺ ടാർഗറ്റ്, ഒരു അസിസ്റ്റ് അവൻ കൊടുത്തു. അതുപോലെ തന്നെ 21 പാസുകളിൽ 17 അവൻ കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു. സോ മിന്നും പ്രകടനം തന്നെ എസ്റ്റവായോയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രകടനം വിനി ജൂനിയറിൽ നിന്ന് വന്നു. വിനി തീർച്ചയായിട്ടും ഇപ്പോൾ കുറച്ച് വിവാദങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹം 78 മിനിറ്റ് കളിച്ചു. 1 ഗോളും 1 അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ വക. 3 ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു. 32 പാസുകളിൽ 30 ലക്ഷ്യത്തിൽ, അതായത് 94% പാസിംഗ് ആക്യുറസി. 2 ഡ്രിബ്ലിങ്ങുകൾ അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു. യെസ്, വിനി ഓൾസോ ഓൺ ഫയർ. ബ്രസീലിൻ്റെ സൂപ്പർ താരങ്ങൾ ഒന്നടങ്കം ഒരുമിച്ച് ക്ലിക്കായ ഒരു മത്സരമാണ്. ഇങ്ങനെയുള്ള ബ്രസീലിനെയാണ് ആരാധകർക്കും വേണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.